ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പല ആൾക്കാരും സ്വർണം എന്ന് പറയുന്നത് ഒരു നല്ല നിക്ഷേപമാണ്, പണം ഇട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു അസറ്റാണ് എന്ന് തന്നെയാണ് പല ആൾക്കാരും കരുതി വെച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്നല്ല പറയണത്, പക്ഷെ അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ തിരുത്തുകളുണ്ട്. എന്താണ് തിരുത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്വർണത്തിലിട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിലേക്ക് ആദ്യം പോകുന്നത് എന്താണ്? ആഭരണങ്ങൾ വാങ്ങി സൂക്ഷിക്കുക. ആഭരണം വാങ്ങി സൂക്ഷിക്കുമ്പോൾ ചില കുഴപ്പങ്ങളുണ്ട്. കാരണം എന്താണ്? ഇതിൻ്റെ വില വ്യത്യാസം വരുന്നുണ്ട്. സ്വർണത്തിൻ്റെ ഒറിജിനൽ വിലയല്ല വരുന്നത്, പണിക്കൂലി കൂടി ഇതിൻ്റെ മുകളിൽ ആഡ് ആവുന്നുണ്ട്. സോ വില കൂടുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ആ ഒരു ആഭരണം കൊണ്ടുപോയി വിൽക്കുന്ന സമയത്ത് നമുക്ക് ഗോൾഡിൻ്റെ വില മാത്രമേ നമുക്കവിടെ കിട്ടുള്ളൂ. ആ ഒരു പണിക്കൂലി നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ആ പണിക്കൂലി അവിടെ നഷ്ടമാകുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് നഷ്ടമാണ്. സോ സ്വർണം വിൽക്കുന്ന സമയത്ത് ആ ഒരു വില അവിടെ കിട്ടണം എന്നില്ല. അപ്പോൾ ആഭരണങ്ങളല്ലാതെ സ്വർണമായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ? കട്ടിയായിട്ട് വാങ്ങാൻ പറ്റുമോ? ബിസ്ക്കറ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ? 100 ഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ 1 കിലോൻ്റെ കട്ടി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്വർണം ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതല്ലെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള ഒരു മണ്ടൻ ഡിസിഷനായിരിക്കും. രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മിത്ത് എന്ന് പറയുന്നത്, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് സാധനം വില കൂടുന്നൊരു പരിപാടിയാണ്. കാരണം പോപ്പുലേഷൻ, ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ശരി, സ്ഥലം ആവശ്യമായിട്ട് വരും. ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 1% അങ്ങനെ മറ്റോ ആണ് കണക്കുകൾ പറയണത്, അല്ലേ? അപ്പോൾ ഇതൊരിക്കലും കൂടാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ആൾക്കാർ എവിടെ പോയി ജീവിക്കും? അപ്പോൾ ഈ സ്ഥലത്തിന് വില കൂടില്ലേ, ഡിമാൻഡ് കൂടില്ലേ? സംഭവം ശരിയാണ്. പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട്. ഈ സ്ഥലത്തിൽ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ വീട് വെക്കണം അല്ലെങ്കിൽ നമ്മൾ സ്ഥലം വെക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത്, വീടോ ബിൽഡിങ്ങോ എന്തായാലും ശരി, ഇത് സമയത്തിന് വിറ്റ് പോകണമെന്നില്ല. നമുക്കൊരാവശ്യമുണ്ട്, അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് തീർക്കാമെന്നായിരിക്കും നമ്മൾ കരുതിയിട്ടുണ്ടാവുക. പക്ഷെ അത് വിറ്റ് പോയാലല്ലേ പരിപാടിയെ നടക്കുള്ളൂ. വിറ്റ് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് വെക്കേണ്ടതിന് പകരം 8 വർഷം കഴിഞ്ഞിട്ടാണ് അതിനൊരു നല്ല വില ഓഫർ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് പരിപാടി നടക്കുമോ? സോ ലിക്വിഡിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. വിറ്റ് പോയാൽ പൈസ ഉണ്ടാക്കാം, അത്രയേ ഉള്ളൂ. നമുക്ക് കാര്യം നടത്താൻ അതുകൊണ്ട് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. സോ ഒരു നല്ല അടിപൊളി ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നും പറയേണ്ടി വരും, ആണെന്നും പറയേണ്ടി വരും. ആവശ്യത്തിന് കാര്യം നടത്തണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഡിസ്പോസിബിൾ ആയിട്ട് കുറച്ച് വരുമാനമുണ്ട്, ഇൻകം ഉണ്ട്, പണമുണ്ടെങ്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാം. ആവശ്യത്തിന് ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. മൂന്നാമത്തത് എന്ന് പറയുന്നത്, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത് ഒരു അടിപൊളി സേവിങ് ഓപ്ഷനാണ്. പണം എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാർഗമാണ്. എടുത്തു വയ്ക്കാനും നിക്ഷേപമൊക്കെ ആയിട്ട് കണക്കാക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെ പറ്റുന്നൊരു സാധനമല്ല. എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ, അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഒരളവിൻ്റെ മുകളിലേക്ക് പോകുന്നില്ല. ഒരു 7% എന്നൊക്കെ പറയണ പോലെ ആ ഒരു റേഞ്ചിനകത്താണ് മാക്സിമം പോയി നിൽക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഒരു ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ, പണപ്പെരുപ്പ് നോക്കുകയാണെങ്കിൽ, സാധനങ്ങളുടെ വിലക്കയറ്റം നോക്കുകയാണെങ്കിൽ പലപ്പോഴും വലിയ മെച്ചമൊന്നുമില്ല ഈ പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതായത് 100 രൂപ ഇട്ട ആൾക്ക് മാക്സിമം പോയാൽ 108 രൂപ കിട്ടിയേക്കാം. അതിനകത്ത് തന്നെ ഇൻഫ്ലേഷൻ കാരണം ആ 100 രൂപയുടെ പ്രൊഡക്റ്റ് 106 107 ആയിട്ടുണ്ടാവും. പിന്നെ എന്താണ് അതിൻ്റെ മുകളിലത്തെ ലാഭം? 2 രൂപയോ? അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇത് കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉള്ളൊരു പരിപാടിയല്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതൊരു വലിയ നിക്ഷേപമായിട്ട് കണക്കാക്കുന്ന ആളുകളും നമ്മളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തെ ഒരു മിത്ത് എന്ന് പറയുന്നത്, നമ്മൾ പണം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ നല്ല റിച്ച് ആയിട്ട് മാറാം, നല്ല പൈസക്കാരനായിട്ട് മാറാം എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. പണം എടുത്ത് വെച്ചുകൊണ്ട് ആരും ഇന്ന് വരെ റിച്ചായി മാറിയിട്ടില്ല. പണം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതിൻ്റെ വില കുറച്ച് കഴിയുമ്പോൾ കുറയുകയും ചെയ്യും. എന്നാൽ അത് നല്ല നിക്ഷേപങ്ങളിൽ ഇടുകയാണെങ്കിൽ, നിക്ഷേപം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ അസറ്റുകളിൽ നോക്കിയിടണം. എന്താണ് അസറ്റ്? നമ്മൾ പറയും കാറ് വീട് ഇതൊക്കെ നമ്മുടെ അസറ്റാണെന്ന്. അല്ലല്ലോ, കാറ് വീട് നമ്മുടെ അസറ്റ് അല്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വരുമാനമൊന്നുമില്ല. നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന എന്ത് നമ്മൾ വാങ്ങിയിടുന്നു, അതാണ് അസറ്റ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ അത് ലാബിലിറ്റിയാണ്, അതൊരു തരം കടം തന്നെയാണ്, അല്ലേ? ഇപ്പോൾ സ്വന്തം വീട് വാങ്ങിയിട്ടിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം, പെയിൻ്റ് അടിക്കണം, നേരെ വൃത്തിയാക്കി കൊണ്ടെടുക്കണം, ടാക്സ് അടക്കണം, എല്ലാ പണിയും നമ്മൾ ചെയ്യണ ചിലവ് അങ്ങോട്ടാണ്. അപ്പോൾ അത് ലാബിലിറ്റിയാണ്. കാറും അങ്ങനെ തന്നെയാണ്. കാർ ഇങ്ങോട്ടൊന്നും തരുന്നില്ല, അത് ഇങ്ങോട്ട് തരണമെങ്കിൽ അത് ടാക്സി ആക്കിയിട്ട് ഓടിക്കണം. വീടിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് വാടകയ്ക്ക് കൊടുക്കണം, അപ്പോൾ അതിന് റിട്ടേൺ വരും. സോ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം, അത് അസറ്റുകളിലായിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിലേ കാര്യമുള്ളൂ. പണം എടുത്തു വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മെച്ചമില്ല. പണപ്പെരുപ്പം കാരണം എടുത്തു വെച്ച പണം കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ? ആ വിലയ്ക്ക് അന്ന് ആ സാധനം വാങ്ങാൻ കിട്ടില്ല. കാരണം എന്താ? അതിൻ്റെ വില കൂടിയിട്ടുണ്ടാവും. സോ സേവിങ്സ് എന്ന് പറയുന്നതും റിച്ച് ആകാനോ ധനികനാകാനോ നിങ്ങളെ ഒട്ടും സഹായിക്കാത്തൊരു സാധനമാണ്.
അഞ്ചാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നല്ല ജോലി കിട്ടും. നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാവും. നല്ല വരുമാനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണക്കാരനായി സമ്പത്തൊക്കെ ഉണ്ടാക്കി ജീവിക്കാം. തെറ്റിദ്ധാരണയാണ്. ഇന്ന് ഹയർ എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ള എത്ര പേരാണ് വെൽത്തി ആയിട്ട് മാറിയിട്ടുള്ളത്? അവർ വെൽത്തി ആയിട്ട് മാറിയത് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ കൊണ്ടാണോ? അത് നമ്മൾ എടുത്ത് നോക്കണം. ഹയർ എഡ്യൂക്കേഷനിൽ എത്തിയ ആൾക്കാർ ഒരിക്കലും റിച്ച് ആകില്ല എന്നല്ല പറഞ്ഞത്. ഹയർ എഡ്യൂക്കേഷൻ കൊണ്ടാണോ അവർ റിച്ച് ആയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവരതിന് വേറെ മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നമ്മൾ നോക്കിയിട്ടുണ്ടാവും പല സ്കൂളുകളിലും കോളേജുകളിലും ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ഹൈ ലെവലിൽ പഠിക്കുന്ന പിള്ളേരുണ്ടാവും. പഠിപ്പിസ്റ്റുകൾ, ബുദ്ധിജീവികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, കളിയാക്കാറുണ്ട്. ഈ പറയുന്ന ടീമുകളാണോ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുറേ ഉഴപ്പൻ ടീമുകളുണ്ട്? ഇവരാണോ ആക്ച്വലി ലൈഫിൽ സമ്പത്തുണ്ടാക്കി റിച്ചായിട്ട് മാറിയിട്ടുള്ളവരെന്ന് നോക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും നമുക്കത് ആ സ്ഥലത്ത് കാണാൻ പറ്റുക. ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ആൾ ചിലപ്പോൾ നല്ല പൊസിഷനിൽ ജോലിയൊക്കെ എടുത്ത് ഒരു 10, 14 അല്ലെങ്കിൽ 15, 20 ലക്ഷം രൂപയുടെ ഒരു കാറൊക്കെ വാങ്ങി കൊള്ളാവുന്നൊരു വീടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഇടത്തരം മിഡിൽ ക്ലാസ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും. എന്നാൽ പിന്നത്തെ ബെഞ്ചത്തെ ഏതെങ്കിലും ഒരുത്തം വരുന്നത് ചിലപ്പോൾ 10, 15 ലക്ഷം രൂപയുടെ വണ്ടിയിലായിരിക്കില്ല. 1.5 അല്ലെങ്കിൽ 2 കോടിയുടെയൊക്കെ ലക്ഷറി വണ്ടിയിലായിരിക്കും. അവൻ്റെ വീടും അതുപോലെ ആയിരിക്കും. അവൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ജോലി ആയിരിക്കില്ല ഈ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന ആൾക്കാർ ചെയ്തിരുന്ന ആ ഒരു രീതിയിൽ ജോലി ആയിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക. ബിസിനസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. സോ നോക്കുക, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അക്കാദമിക്കൽ നോളജ് എന്ന് പറയുന്നത് നിങ്ങളെ റിച്ച് ആക്കാൻ ഒരിക്കലും സഹായിക്കില്ല. വളരെ ന്യൂനപക്ഷം ആൾക്കാർ മാത്രമേ അതിനകത്തുനിന്ന് റിച്ചായി മാറുള്ളൂ. വളരെ ന്യൂനപക്ഷം. നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും. റാങ്ക് കിട്ടി എത്ര പേര് റിച്ച് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. സോ അക്കാദമിക്കൽ നോളജിൻ്റെ അപ്പുറത്തോട്ട് വേറൊരു നോളജ് ഉണ്ട്, ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന നോളജ് ഉണ്ട്. അത് ആർജിക്കാതെ ഒരാൾക്കും റിച്ച് ആവാൻ പറ്റില്ല. ആറാമത്തെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കടക്കാരനാകും, വെറുതെയാണ്, മനുഷ്യൻ്റെ സകല സമാധാനം പോവും, സ്വസ്ഥതയും പോവും. ഇതൊരു തെറ്റിദ്ധാരണയാണ്. പണം വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ അറിയാത്തൊരു വ്യക്തിയുടെ കയ്യിലേക്ക് കുറേ പണം കിട്ടിയാൽ എന്തുണ്ടാവും? കുരങ്ങൻ്റെ അടുത്ത് പൂമാല കൊടുത്താൽ എന്തായിരിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു സിമിലാരിറ്റി ഇവിടെ കാണാൻ പറ്റും. അത് ഉപയോഗിക്കാൻ അറിയാത്ത, പണം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുളമാകും. അത്ര തന്നെയുള്ളൂ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ. ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞ ലാസ്റ്റ് ഒരു 8 10 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് ഇന്ന് ഇതുവരെ അതുകൊണ്ട് ഗുണമല്ലാതെ ഇതുവരെ ഒരു ദോഷം ഉണ്ടായിട്ടില്ല. അത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കണം. അതിനകത്തുള്ള മൊത്തം അല്ലെങ്കിൽ കിട്ടാവുന്നതിൻ്റെ മാക്സിമം കടം എടുത്തുകൊണ്ട് അതിൻ്റെ അടയ്ക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതം പോകരുത്. ഇപ്പോൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ലോഞ്ച് ആക്സസ് കിട്ടുന്നുണ്ട്. പല പല ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന സമയത്ത് അവിടെ ഈ ഡിസ്കൗണ്ട് കൂപ്പൺ നമുക്ക് കാണിക്കാൻ പറ്റും. ഈ പോയിന്റ് നമുക്ക് അവിടെ കിട്ടുന്നത് കാണിക്കാൻ പറ്റും. അത് റിഡീം ചെയ്യാൻ പറ്റും. അങ്ങനെ പൈസ കുറച്ച് നമുക്ക് പല ഏരിയയിലും നമുക്ക് ജീവിതം കുറച്ചും കൂടി സുഗമമാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സിവിൽ സ്കോർ എന്ന് പറയുന്ന നമ്മുടെ ബാങ്കിൻ്റെ ആ ഒരു സ്കോർ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ബാങ്കുകൾക്ക് ഈസിയായിട്ട് നമുക്ക് കടം ഭാവിയിൽ തരാൻ പറ്റും. കാരണം എന്താ, നമ്മൾ പ്രോപ്പറായിട്ട് തിരിച്ചടയ്ക്കുന്ന ഒരു പ്രകൃതക്കാരനാണ്, നമ്മളൊരു തട്ടിപ്പ് ഫ്രോഡ് ആ പരിപാടി ചെയ്യുന്ന ആളല്ല എന്നുള്ളത് ബാങ്കിന് മനസ്സിലാവും. കാരണം നമ്മുടെ സിവിൽ സ്കോർ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കടം വാങ്ങുന്നതിൻ്റെ ആ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അടവിൻ്റെ കാര്യത്തിൽ ആൾ പെർഫെക്റ്റ് ആണ്, ടെൻഷൻ ഇല്ലാതെ പൈസ കൊടുക്കാം എന്നുള്ളത് ബാങ്കിന് ബോധ്യമാവും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡിന്. അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് വലിയ നഷ്ടമൊന്നുമില്ല. ഒരു ട്രാൻസാക്ഷനകത്ത് 1-2% ഒക്കെ ചിലവ് ഇതിൻ്റെ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു കാര്യമായിട്ടുള്ളൊരു നഷ്ടമായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടതില്ല. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ആളുടെ കയ്യിലാണെങ്കിൽ നല്ല അടിപൊളി സാധനമാണ്. ഒരിക്കലും അതൊരു പാരയല്ല, ഒരിക്കലും അതൊരു കടം ഉണ്ടാക്കുന്ന ആ ഒരു കടക്കിണിയിലേക്ക് എത്തിക്കുന്ന ഒരു സാധനമല്ല. അറിയാത്ത ആളുടെ കയ്യിലാണെങ്കിൽ അറിയാലോ. ഏഴാമത്തെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിനൊക്കെ കണക്ട് ചെയ്ത് പറയേണ്ട ഒന്നാണ്. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമാണ് വെൽത്തി ആകുന്നതിനുള്ള ഒരേ ഒരു മാർഗം എന്നും കുറേ പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ബിസിനസ്സൊക്കെ നടത്തി നല്ല വരുമാനം ഉണ്ടാക്കി പിന്നെ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യണം, അപ്പോൾ മാത്രമേ നമുക്ക് വെൽത്തി ആകാൻ പറ്റുള്ളൂ, സമ്പന്നനാകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ബിസിനസ് മാത്രം ചെയ്തുകൊണ്ട് സമ്പത്തുണ്ടാക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അവരൊരിക്കലും ഷെയർ മാർക്കറ്റിലേക്കോ ഇൻവെസ്റ്റ്മെൻറ്റോ ആയിട്ടോ ഒരു പരിപാടിക്ക് അവർ പോയിട്ടില്ല. അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഇതിനെ പാസീവ് ഇൻകം ആക്കി മാറ്റാൻ ചില ആൾക്കാർക്ക് പറ്റും. അതായത് ബിസിനസ് ഓടുമ്പോൾ മാത്രമായിരിക്കും ചില ആൾക്കാർക്ക് വരുമാനം, ആക്റ്റീവായിട്ട് ഇൻകം. ബിസിനസ് ഓടാതിരിക്കുന്ന സമയത്ത്, അതായത് ബിസിനസ്സിൽ ആളുകൾ കടന്നിട്ട് ഓടാതിരിക്കുന്ന സമയത്തും ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റുന്ന രീതി ഉണ്ടല്ലോ, ബിസിനസ് ഓട്ടോമേഷൻ. ആ രീതിയിൽ പാസീവായിട്ടും ബിസിനസ്സിലൂടെ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്.
ബിസിനസ്സിനെ ആക്റ്റീവ് ഇൻകം ആക്കിയിട്ടും പാസീവ് ഇൻകം ആക്കിയിട്ടും മാറ്റാൻ പറ്റും എന്നാണ് ചുരുക്കി പറഞ്ഞത്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലേ റിച്ച് ആകൂ എന്നൊന്നും അതിന് അർത്ഥമില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണയും കുറേ പേര് വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ശരി, എവിടെ തുറന്നാലും ശരി, ഇൻവെസ്റ്റ്മെൻറ്റ് റിച്ച് ആകണോ ഇൻവെസ്റ്റ് ചെയ്യൂ, അങ്ങനെ ഒരു സംഭവം ഇല്ല. അല്ലാതെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതിന് ബിസിനസ് എന്ന് പറയുന്ന ഒരേ ഒരു വഴിയാണുള്ളത്. എട്ടാമത്തെ ഒരു തെറ്റിദ്ധാരണയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം ഒരുപാട് വയസ്സായിട്ടുള്ള ആൾക്കാർക്കും അസുഖം ബാധിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ബാധിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പണം, ഒരുപാട് സമ്പത്തുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, ഒരിടത്തരം അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള ആൾക്കാർ, ലോവർ മിഡിൽ ക്ലാസ്, ഈ ടീമിനൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് വെച്ച കംപ്ലീറ്റ് പണം കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്, അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് ഉപയോഗിക്കാൻ പറ്റും. കാരണം അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം പൈസ അവിടെ നിന്ന് തന്നെ കിട്ടും. പക്ഷേ എല്ലാ കണ്ട ഹെൽത്ത് ഇൻഷുറൻസിലും പോയി ചേരരുത്. അതിൻ്റെ ക്ലോസുകളെല്ലാം വായിച്ച് നോക്കി നമുക്ക് മെച്ചമുള്ളതാണോ അല്ലയോ എന്നൊക്കെ കൺഫേം ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രായമുള്ളവർക്കോ അല്ലെങ്കിൽ അസുഖം ബാധിക്കാൻ ചാൻസ് ഉള്ളവർക്കോ അസുഖം ഉള്ളവർക്കോ വേണ്ടിയിട്ടുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതൊരു എമർജൻസി ഫണ്ടിന് ഈക്വലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്, പ്രത്യേകിച്ച് നമുക്ക് അസുഖമൊക്കെ വരണ സമയത്ത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.